അക്ഷി പോവല്ലേ? നമുക്ക് കാഞ്ഞിരപ്പള്ളി പോവാം, നമ്മുടെ ഏജസ് വില്ലേജിൽ കേട്ടോ. സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു, അങ്ങയുടെ ദുബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ആവേ മരിയ, ആവേ 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 മരിയ. ശുശ്രൂഷിക്കട്ടെ. എൻ്റെ പേര് ബേബി ചിറ്റിലപ്പള്ളി. ഞാൻ സ്വന്തം നാട് തൃശ്ശൂർ അതിരൂപതയിൽ ചിറ്റാട്ടുകര എന്ന ദേശത്താണ് എൻ്റെ സ്വന്തം ജന്മ നാട്. 1989 ഏപ്രിൽ 23 ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. എൻ്റെ ഭാര്യ ജോളിയുടെ സ്വന്തം നാട് എന്ന് പറയുന്നത് കാവീട്, തൃശ്ശൂർ അതിരൂപതയിൽ തന്നെ കാവീട് സെൻറ് ജോസഫ് ഇടവക പള്ളിയിലുള്ള മേലിട്ട് പാലത്തിങ്കൽ വീട്ടിലുള്ള ജോസഫ് മകൻ വർഗീസ് ആൻഡ് മാർഗ്രറ്റ്, അവരുടെ മകളാണ് മൂത്ത മകൾ ജോളി. ഒരു അനുജത്തിയുണ്ട് ഷേളി, അവര് ബാംഗ്ലൂരാണ്. ഇവര് കാവീട് ആണെങ്കിലും ഇവര് അവിടുത്തെ ജോലി സാധ്യത അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട് ബാംഗ്ലൂരിലാണ് അവരുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്നത്. ബാംഗ്ലൂര് ഫാദറിലോ HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിലെ എഞ്ചിൻ ഡിവിഷനിലെ എഞ്ചിനീയർ ആയിരുന്നു. മമ്മി അവിടെ മലയാളം മീഡിയം സ്കൂളിലത്തെ ടീച്ചറായിരുന്നു. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ, എൻ്റെ ചേട്ടൻ താമസിക്കുന്ന വോൾട്ടാസ് കമ്പനിയിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂർ പോകാറുണ്ട്. ആ കൂട്ടത്തിൽ ഇവരെ പരിചയപ്പെട്ടു. അങ്ങനെയാണ് ഈ വിവാഹം നടക്കാനായിട്ട് ദൈവം അനുവദിച്ചത്. അങ്ങനെ 1989 ഏപ്രിൽ 23 ഞങ്ങളുടെ വിവാഹം കാവീട് സെൻറ് ജോസഫ് പള്ളി വെച്ച് നടന്നു. എന്നെ പറ്റി, എൻ്റെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ, എൻ്റെ അപ്പൻ 1979 മരണപ്പെട്ടു. ഇട്ടൂപ്പ് ചിറ്റിലപ്പള്ളി മാനത്തിൽ കുടുംബത്തിലെ
ഏറ്റവും മൂത്ത അപ്പാപ്പൻ്റെ മകനായിരുന്നു എൻ്റെ അപ്പൻ. അമ്മ പ്ലമേന, നമ്മുടെ ഗുരുവായൂരടുത്തുള്ള മമ്മിയൂര് പനക്കൽ പൈലുണ്ണി അദ്ദേഹത്തിൻ്റെ മകളാണ് അമ്മ. അങ്ങനെ വിട്ടൂപ്പ് പ്ലമേന ദമ്പതികളിൽ 11ാമത്തെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. അതിൽ എൻ്റെ ഓർമ്മയിൽ തന്നെ 6 പേര് മരണപ്പെട്ടു ചെറിയ വയസ്സിൽ, ചെറുപ്പകാലത്ത് തന്നെ ചില അസുഖങ്ങളാൽ. ബാക്കി ഞങ്ങൾ 5 ആൺമക്കളായിരുന്നു. ആ 5 മക്കളിൽ ഇപ്പോൾ 2 പേരും മരണപ്പെട്ടു. ഇനിയിപ്പോൾ 3 പേരാണ് ഞങ്ങൾ ബാക്കി. അതിൽ ഇപ്പോൾ ഉള്ള ചേട്ടൻ, മൂത്ത ചേട്ടൻ ബാംഗ്ലൂരുണ്ട്, രണ്ടാമത്തെ ചേട്ടൻ തൃശ്ശൂർ എൻ്റെ നാട്ടിലുണ്ട്, ഞാൻ ഇവിടെ സെറ്റിലായി എറണാകുളത്ത്. അങ്ങനെ ഞങ്ങളിപ്പോൾ 3 പേരാണ് ഇപ്പോൾ നിലവിലുള്ളത്. എൻ്റെ ബാല്യം ബാംഗ്ലൂരായിരുന്നു. എനിക്കൊരു അനിയത്തിയുണ്ട്, അവർ കോരമംഗലത്ത് താമസിക്കണം. അവർക്ക് 2 മക്കളാണ്. ഞാൻ ജനിച്ചു വളർന്നത് ബാംഗ്ലൂരാണ്. എൻ്റെ അപ്പൻ്റെ പേര് MJ വർഗീസ്, മമ്മിയുടെ പേര് മാർഗ്രറ്റ്. ഡാഡി HL ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മമ്മി മലയാളം സ്കൂൾ ടീച്ചറാണ്. എനിക്കൊരു അനിയത്തിയുണ്ട് ഷേളി, അവളുടെ ഭർത്താവിൻ്റെ പേര് ജോഷ്യം. അവർക്ക് 2 മക്കളുണ്ട്, സുജയും സ്നേഹയും. സുജയ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് അമേരിക്കയിൽ പഠിക്കുന്നു, സ്നേഹ ബാംഗ്ലൂർ പഠിക്കുന്നു. വിശ്വാസ പരിശീലനത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട് ചിറ്റാട്ടുവര. അതുമാത്രമല്ല, ചിറ്റാട്ടുവര ഞങ്ങൾ ഇടവപ്പള്ളി, സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവപ്പള്ളിയുടെ തൊട്ടടുത്ത് തെക്കേ അങ്ങാടിയിലാണ് ഞങ്ങളുടെ തറവാട് കുടുംബം ഉണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 2 മിനിറ്റ് പോലും ഇല്ല പള്ളിയിലേക്ക്. അപ്പോൾ എന്നെ എൻ്റെ അമ്മയും അപ്പനും വളർത്തിയുള്ളത് പള്ളിയായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും അവരുടെ പാരമ്പര്യമായിട്ടുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങളൂടെയാണ് ഞങ്ങൾ വളർത്തിയിട്ടുള്ളത്. വളരെ സ്ട്രിക്റ്റാണ് കാര്യത്തിൽ. ചുരുക്കി പറഞ്ഞാൽ, ഞങ്ങൾ സ്കൂൾ ജീവിതകാലത്ത് 4 മണിയുടെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ചായ കുടിച്ച് കളിക്കാൻ പോകാം പള്ളിപ്പറമ്പിൽ. പക്ഷെ അമ്മയുടെ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് വിളക്കുമണി. അന്നൊക്കെ നമ്മുടെ പള്ളികളിൽ 7 മണിക്ക് വിളക്കുമണി അടിക്കും. ആ വിളക്കുമണി അടിക്കുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടായിരിക്കണം, വീട്ടിൽ കുരിശ് വരയ്ക്കണം, അത് നിർബന്ധമാണ്. അത് കഴിഞ്ഞ് 8 മണിക്കാണ് കുടുംബ പ്രാർത്ഥന. അപ്പോൾ എത്ര കളിക്കാൻ പോയാലും എവിടെയായാലും 7 മണിയുടെ വിളക്കുമണി അടിക്കുമ്പോൾ വീട്ടിലുണ്ടായിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. വൈകിയാൽ ഞങ്ങൾക്ക് ചൂരിലോട്ട് അടി കിട്ടും ചെയ്യും. അത് യാതൊരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെയുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വിശ്വാസ പരിശീലനം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അത് ഈ 63 വയസ്സ് വരെ, ഇപ്പം എനിക്ക് 63 വയസ്സായി. എൻ്റെ ജനനം 1961 1961 ജൂലൈ 14. അപ്പോൾ ഈ 63 കൊല്ലമായിട്ടും എൻ്റെ ജീവിതത്തിൽ അതിനിടയ്ക്ക് ബാച്ചിലർ ലൈഫ്, കുടുംബ ലൈഫ്, മക്കള്, ആ ഒരു കാലഘട്ടത്തിലൂടെ എൻ്റെ വിശ്വാസ പരിശീലനത്തിന് കോട്ടം പറ്റാത്ത രീതിയിൽ അടിയുറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബം എന്ന് പറയുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ ഒന്നിച്ച് താമസിക്കുന്നു. അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ, മുടക്കുള്ള ദിവസങ്ങളിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. അമ്മയുടെയും അപ്പൻ്റെയും സ്നേഹം, അവരുടെ ആ വാത്സല്യപൂർവ്വമായിട്ടുള്ള ഞങ്ങളെ ഒരു സംരക്ഷണം, പ്രത്യേകിച്ച് അപ്പനേക്കാളും കൂടുതൽ അമ്മയാണ് ഞങ്ങൾക്ക് കൂടുതൽ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്നതും. അമ്മ വീട്ടിലേക്ക് ഞങ്ങൾ പോകാനായിട്ട് അമ്മയാണ് ഞങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഒരുക്കി തരുന്നതൊക്കെ. അപ്പൻ കുറച്ച് പ്രായാധിക്യത്തിൽ കുറച്ച് അസുഖങ്ങളൊക്കെ വന്ന് അച്ഛക്കിടപ്പിലായി. 64 വയസ്സിൽ അപ്പൻ മരണപ്പെട്ടു. പിന്നീട് അമ്മ 90 വയസ്സ് വരെ ജീവിച്ചു. അമ്മയുടെ ഒരു സംരക്ഷണത്തിലും അടിയുറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയതും. വളരെ സന്തോഷപൂർവ്വം അമ്മയുടെ ഇടപെടൽ ഞങ്ങൾക്ക് ഓർമ്മിക്കാവുന്നതാണ്. അപ്പോൾ ജോളി അവരുടെ ഈ 2 മക്കളാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവളുടെ ജീവിതകാലത്തിൽ പഠിപ്പ് മുഴുവൻ ബാംഗ്ലൂര് ആണ് പഠിച്ചിരുന്നെങ്കിലും അപ്പൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ജീവിതമാണ്. മമ്മിയാണ് കൂടുതൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നത്. അപ്പൻ്റെ ശിക്ഷണപരമായ ഒരു ജീവിത ശൈലിയിലാണ് വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടായിട്ടില്ല. വളരെ സ്നേഹത്തോടെയും ഒപ്പം തന്നെ കുടുംബ ബന്ധങ്ങളെയും മനസ്സിലാക്കി കൊടുത്തിട്ടാണ് അവർ വളർത്തിയിട്ടുള്ളത്. അങ്ങനെ കുടുംബമായതുകൊണ്ടാണ് എനിക്ക് ജോളിനെ അവിടെ നിന്ന് കിട്ടാൻ ഇടവന്നത്. മമ്മിയും ഡാഡിയും ബാംഗ്ലൂര് അവർ ജീവിക്കുമ്പോൾ മാരേജ് കഴിഞ്ഞു. അതിനൊപ്പം അവരുടെ ഒരു പ്രത്യേക സാഹചര്യത്തിലെ പ്രായാധിക്യത്തിൽ കിടപ്പ് രോഗി ആയ ഒരു സാഹചര്യം വന്നപ്പോൾ മൂത്ത മകൾ എന്ന നിലയ്ക്ക് ആൺകുട്ടികളില്ല. അപ്പോൾ മകളുടെ ഒരു സ്ഥാനം നോക്കിയിട്ട് അല്ലെങ്കിൽ കടമ ഉദ്ദേശിച്ചിട്ട് ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുന്നു, ഇവിടെ പലവട്ടത്താണ്. അപ്പോൾ മമ്മിയും ഡാഡിയും ഞങ്ങൾ നോക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി ഞങ്ങൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അന്ന് ഞാൻ തൃപ്പൂണിത്തുറയാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അവിടെ വെച്ചിട്ടാണ് അവർ വന്നതും. പിന്നീട് അവരെന്നെ ഇവിടെ പാലോട്ടത്ത് കൊണ്ടുവന്ന് ഇടയ്ക്ക് മമ്മിയുടെ ബന്ധുവായിട്ടൊരു അച്ഛൻ, വർഗീസ് പാലത്തിങ്കൽ അച്ഛൻ, തൃശ്ശൂർ ഒരു
പോൾ നഴ്സിംഗ് ഹോമിലേക്ക് കൊണ്ടുപോയി ശുശ്രൂഷിക്കാമെന്ന് അച്ഛൻ ഏറ്റെടുത്തപ്പോൾ അച്ഛൻ്റെ ഇളമയായിട്ട് വരും. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ഒരു താല്പര്യത്തിന് ഞങ്ങൾ മമ്മിയെ അവിടേക്ക് പറഞ്ഞയച്ചു. അവിടെ വെച്ചിട്ടാണ് മമ്മി മരണപ്പെട്ടതും. ഡാഡി എൻ്റെ കൂടെ ഇവിടെ പാലവട്ടത്തും തൃപ്പൂണിത്തുറയായിട്ട് 12 വർഷത്തോളം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് കുറച്ച് ശാരീരികമായിട്ടും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 2 വർഷം ബെഡ് ഷോറൊക്കെ വന്ന് ഹൃദയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വളരെ ബുദ്ധിമുട്ടോടെ ഡാഡിനെ ശുശ്രൂഷിക്കാനുള്ള ഒരു അവസരം എനിക്ക് ജോലിക്കും കിട്ടി. ഞങ്ങളെ ഈ ഒരു മക്കളുടെ പറ്റി പറയുകയാണെങ്കിൽ ആൻസി, ഫെമി 2 മക്കളുണ്ടല്ലോ, അവരെ കുറിച്ച് കൂടുതൽ ഞാൻ പറയാം. ആ ഒരു സാഹചര്യത്തിൽ പോലും ഡാഡിയെ നോക്കാനും ശുശ്രൂഷിക്കാനും കിട്ടിയ അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. അവരുടെയൊക്കെ ഒരു അനുഗ്രഹമായിരിക്കാം ഞങ്ങൾക്ക് ഇത്രയും സന്തോഷത്തോടെ ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഞങ്ങളുടെ കുടുംബജീവിതത്തെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞു 1989 ഞങ്ങളെ വിവാഹം നടന്നത്. ബാംഗ്ലൂരായിരുന്നു ഇവരുടെ വീട്. അത് കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് ഹൈദരാബാദിലാണ് എനിക്ക് ജോലി. അന്ന് ഐഷർ ട്രാക്ടേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യായിരുന്നു. ഏകദേശം ഒരു 7 കൊല്ലത്തോളം ആ കമ്പനി ഉണ്ടായിരുന്നു. അപ്പോഴാണ് മാരേജ്. അങ്ങനെ മാരേജ് കഴിഞ്ഞ് ഞങ്ങൾ ഹൈദരാബാദിൽ ജീവിക്കുമ്പോൾ ആദ്യത്തെ 1-2 വർഷം മക്കളുണ്ടാവാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നീട് ട്രീറ്റ്മെൻറ്റ് നല്ലതായി. 3 കൊല്ലം കഴിയുമ്പോഴേക്കും 1993 ആൻസി ഞങ്ങൾക്ക് ആദ്യത്തെ മകളായിട്ട് കിട്ടുകയാണ്. അവളുടെ ജനനം ഓഗസ്റ്റ് 18-ാം തീയതി 1993 1993 അവളെ കിട്ടുന്നു. അത് ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് അവളുടെ ജനനം ഉണ്ടായത്. സിസേറിയനാണെങ്കിലും കുട്ടിയുടെ പ്രത്യേക ആ ഒരു ശാരീരിക അവസ്ഥയിൽ ബ്രെയിൻ ഹാമറേജായി ഇന്റേണൽ ബ്ലീഡിങ് വന്ന് വലിയ കഷ്ടപ്പാട് ബുദ്ധിമുട്ടോടെയാണ് അവളുടെ ബർത്ത് ഉണ്ടായിട്ടുള്ളത്. അവളുടെ ജോളിയുടെ ആ പ്രഗ്നൻസി ടൈമിൽ ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഡോക്ടറുടെ കൺസൾട്ടേഷനും ഒക്കെ ഉണ്ടായിരുന്നു, സ്കാനിങ് ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് പ്രസവത്തിൻ്റെ ആ ഒരു 8 മാസം വരെ 9 മാസം വരെ യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് മനസ്സിലായിട്ടില്ല. കുട്ടി ബ്രീച്ച് ആകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഡോക്ടർ ഒരു ഹിന്റ് തന്നെങ്കിലും അത്ര കുഴപ്പമുള്ള കേസല്ല. പക്ഷേ പ്രസവം ഒരു 3 ദിവസം വൈകി. ഞാൻ ഓർക്കുന്നു ഓഗസ്റ്റ് 15-ാം തീയതിയാണ് 1993 അവളുടെ ബർത്ത് ഡേറ്റ് ഡോക്ടർ പറഞ്ഞത്. അന്ന് അത് ഞായറാഴ്ചയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞായറാഴ്ച ദിവസങ്ങളിൽ ഡോക്ടേഴ്സും സ്റ്റാഫും കുറവായതിൻ്റെ പേരിൽ നിങ്ങൾ ഞായറാഴ്ച വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ ഒരു 3 ദിവസം മുമ്പ് ഞങ്ങൾ പോയിരുന്നു, ചെക്കപ്പ് കഴിഞ്ഞു. കുട്ടിയുടെ പൊസിഷനൊക്കെ നോർമലായിരുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ 15 എന്നുള്ളത് വരണ്ടെന്ന് പറഞ്ഞ് ഒരു 2-3 ദിവസം വൈകി. ഓഗസ്റ്റ് 18-ാം തീയതിയാണ് ജോളിക്ക് പ്രസവവേദന വന്നതും. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, അഡ്മിറ്റ് ആവുന്നു. ആ സമയത്താണ് കുട്ടിയുടെ പൊസിഷൻ തിരിഞ്ഞു പോയി. തലയുടെ കീഴ്ഭാഗത്ത് വരേണ്ട തല മുകളിലേക്ക് വന്ന് അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആംബ്ലിക്കോട് ചുറ്റി കുട്ടി ഒരു സൂസൈഡ് പൊസിഷനിലാണ് നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് സിസേറിയൻ ചെയ്യണമെന്നാണ് ഡോക്ടർ ആ സമയത്ത് നിർദ്ദേശിച്ചത്. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ആ സമയത്ത് ഓപ്പറേഷൻ കഴിഞ്ഞ് എടുക്കുമ്പോൾ ഈ ആംബ്ലിക്കോഡിൻ്റെ ചുറ്റിലുള്ളതുകൊണ്ട് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബ്രെയിൻ ഹാമറേജ് ആവുകയും പിന്നീട് ഹോസ്പിറ്റലിൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു ആ ഒരു 5-10 ദിവസം. അവിടെ നിന്ന് സെൻറ്റ് ഫിലോമിന ഹോസ്പിറ്റലിലായിരുന്നു ബർത്തെങ്കിലും ഒരാഴ്ചത്തെ അവളുടെ സീരിയസ് ആയിട്ടുള്ള പ്രത്യേക അത്യാസന്ന നിലയിലുള്ള ഒരു സ്ഥിതി വന്നപ്പോൾ ജോളി സിസേറിയൻ കഴിഞ്ഞ് അവൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. കുട്ടീനെ പ്രത്യേകമായിട്ടുള്ള പീഡിയാട്രിക് സെക്ഷനിൽ കൊണ്ടുവരിയിരിക്കുന്നു. പക്ഷേ അവൾക്ക് ആ ഹോസ്പിറ്റൽ അധികൃതർക്ക് കുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. വളരെ മോശം കണ്ടീഷനാണ്, ക്രിട്ടിക്കലാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, എൻ്റെ ചേട്ടനും ചേച്ചി അവിടെയുള്ള സ്ഥിതിക്ക് ഞങ്ങളവിടെ സാക്രഡ് ചർച്ചിൽ നിന്ന് ഒരു അച്ഛനെ ഞങ്ങൾ പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്കൊരു ഐഡിയ വന്നു. കാരണം ഇങ്ങനത്തെ കുട്ടി നമ്മുടെ വിശ്വാസപ്രകാരം മാമോദീസയ്ക്ക് മുമ്പ് കുട്ടി മരണപ്പെടുന്ന ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു അത്യസന്ന നിലയാണെങ്കിൽ വീട്ടുമാമോദീസ മുക്കുക എന്നുള്ളത് എന്നെ പഠിപ്പിച്ചു, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതൊരു വിശ്വാസപ്രകാരം ഞങ്ങൾ അച്ഛനെ കൊണ്ടുവന്ന് ഉടൻ തന്നെ ഹോസ്പിറ്റലിലെ ICUയിൽ വെച്ച് വീട്ടുമാമോദീസ നൽകി. ആ നേഴ്സാണ് മേരി എന്ന പേര് അവൾക്ക് ഇട്ടത്. അങ്ങനെ മേരി എന്ന നാമധേയത്തിൽ വീട്ടുമാമോദീസ നൽകിക്കൊണ്ട് അന്ന് രാത്രി തന്നെ ഞങ്ങൾ അവിടുന്ന് സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. ജോളി അപ്പോൾ ഈ സിസേറിയൻ കഴിഞ്ഞിട്ട് സെൻറ്റ് ഫിലോമിന ഹോസ്പിറ്റലിലും ഞാൻ കുഞ്ഞിനും കൊണ്ട് എൻ്റെ ചേട്ടനും കൂടി സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു. അവിടെ അഡ്മിറ്റാക്കി. അപ്പോൾ തന്നെ അവർ കണ്ടപ്പോൾ പറഞ്ഞു വളരെ ക്രിട്ടിക്കലാണ്. അവിടുന്ന് പോരുമ്പോൾ തന്നെ ഞങ്ങൾ സ്കാൻ ചെയ്തിരുന്നു. അപ്പോൾ
ബ്രെയിനിൽ 3 സ്ഥലത്ത് ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്. അതൊക്കെ പിന്നീട് പ്രശ്നങ്ങളാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും അവർ പറഞ്ഞു നമുക്ക് നോക്കാം, ദൈവത്തിൻ്റെ കയ്യിൽ നമുക്ക് സമർപ്പിക്കാം, അതിനുശേഷം നമുക്ക് എന്ത് വേണ്ട ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലത്തെ ട്രീറ്റ്മെൻറ്റ് പ്രകാരം അവിടെ അവൾ സുഖപ്പെട്ടു വരികയാണ്. ബ്ലഡിൻ്റെ ഒരു മാറ്റം ഉണ്ടായി. ഞാൻ ബി പോസിറ്റീവ്, ജോളി O പോസിറ്റീവ്, ആൻസി മോള് O നെഗറ്റീവായിരുന്നു. ആ O നെഗറ്റീവിൻ്റെ ഒരു ബുദ്ധിമുട്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ടും നെഗറ്റീവ് ബ്ലഡ് വേണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് കുറച്ച് ക്രൈസ്റ്റ് കോളേജിൽ എനിക്ക് വളരെ പരിചയം ഉണ്ട്. ധർമ്മടം കോളേജായിട്ട് ബന്ധമുള്ളതുകൊണ്ട് അന്നത്തെ പ്രിൻസിപ്പളായിരുന്നു ഫാദർ ആന്റണി കരിയിൽ പിതാവ്. ഇപ്പോൾ ബിഷപ്പാണ്, അന്ന് അച്ഛനായിരുന്നു. അപ്പം അച്ഛൻ്റെ അടുത്ത് പോയി ഞാൻ ആവശ്യപ്പെട്ടു. അതുപോലെ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ കുറച്ച് പേരുടെ O നെഗറ്റീവ് ബ്ലഡ് കിട്ടി. അങ്ങനെ മോൾക്ക് കുഞ്ഞിന് ബ്ലഡ് കൊടുത്തുകൊണ്ട് അവിടുന്ന് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അവളുടെ പ്ലേറ്റ്ലെറ്റ്സ്, അവൾക്ക് ബ്ലഡ് ക്ലോട്ട് ആവുന്നില്ല എന്നതായിരുന്നു പ്രശ്നം. അങ്ങനെ അതിൻ്റെ വൈറ്റ് സെല്ലുകൾ എടുത്ത് കൊടുത്ത് ബ്ലഡ് ക്ലോട്ട് ആവുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി. പിന്നെ അവിടെ നിന്ന് ഇമ്പ്രൂവ്മെൻ്റ് ആയി. പിന്നെ സ്കാൻ ചെയ്ത് അവളുടെ ബ്ലഡ് ക്ലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സ്കാനിൽ കൊണ്ടുപോയി ചെയ്തപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലഡ് ക്ലോട്ട് പോയെന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഇപ്പോൾ വലിയ പ്രത്യേക കുഴപ്പമൊന്നുമില്ല. കുട്ടി വളരെയധികം സുഖം പ്രാപിച്ചു. അങ്ങനെ വൈഫിനെ, ജോളിനെ, അമ്മേനെ ഷെൻഫില ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കുട്ടിക്ക് ആദ്യത്തെ മുലകൂട്ടി പാൽ കൊടുത്ത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഒരു 10 ദിവസത്തിന് ശേഷം. പക്ഷേ അതിനിടയ്ക്ക് ഉണ്ടായ ഒരു മിറാക്കിൾ ഒരു സംഭവം. ഞങ്ങൾക്ക് അവിടെ ബാംഗ്ലൂര് വ്യാഴാഴ്ച അവിടെ ഇൻഫൻറ്റ് ജീസസിൻ്റെ ഒരു പള്ളിയുണ്ട് വിവേകനഗറിൽ. ഉണ്ണീശോയുടെ ഒരു പള്ളിയാണ്. ഞങ്ങളെപ്പോഴും എല്ലാ വ്യാഴാഴ്ചയും നൊവേനയ്ക്ക് പോകാറുള്ളതാണ്. അപ്പോൾ അന്ന് ഈ പ്രത്യേക സാഹചര്യത്തിൽ, ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു, ഈ മോള് സുഖപ്പെട്ടു വരികയാണെങ്കിൽ പോകുന്ന വഴി ഞങ്ങൾ ആ പള്ളിയിൽ നിന്ന് അവളുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു ഇൻഫൻറ്റ് ജീസസിൻ്റെ ഒരു സ്റ്റാച്ചു, ഒരു രൂപം വാങ്ങി വെഞ്ചരിച്ച് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാമെന്ന് ഞങ്ങൾ നേർന്നിരുന്നു. അതിൻ്റെ പ്രകാരം മോള് സുഖപ്പെടുകയും ഞങ്ങളെല്ലാവരും സന്തോഷമാവുകയും ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന വഴി ഈ പറഞ്ഞ വിവേകനഗറിലുള്ള പള്ളിയിൽ പോയി ഉണ്ണീശോയുടെ ഒരു രൂപം വാങ്ങി വെഞ്ചരിച്ച് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചു. ഇന്നും ആ രൂപം ഞങ്ങളുടെ വീട്ടിലുണ്ട്. 31 വർഷമായി ആ രൂപം. അതിൻ്റെ പ്രത്യേക ഒരു അനുഗ്രഹത്താൽ ഞങ്ങളെല്ലാവരും സുഖമായി ജീവിച്ചു പോകുന്നു. ഞങ്ങളുടെ ഈ 35 വർഷ ജീവിത കാലഘട്ടത്തിൽ ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്ന 2 മക്കളെയാണ്. മൂത്ത മകളാണ് ആൻസി. 1993 ഓഗസ്റ്റ് 18-ാം തീയതിയാണ് അവൾ ജനിച്ചത്. ഇന്ന് അവൾക്ക് ഈ വർഷം 31 വയസ്സ് തികയും. രണ്ടാമത്തെ മകള് ഫെമിയാണ്. ഫെമി 2002 മാർച്ച് 28-ാം തീയതിയാണ് അവൾക്ക് ജന്മം നൽകുന്നത്. ഈ 2 മക്കൾക്കും ദൈവത്തിൻ്റെ വലിയ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഞങ്ങൾക്ക് നൽകിയത്, 2 പേരും ഒരു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട മക്കളാണ്. ആൻസി ഒരു ജന്മനാൽ വൈകല്യം, ഒരു സെറിബ്രൽ പാൾസി ഉള്ള ഒരു മകളാണെങ്കിൽ ഫെമി ഡൗൺ സിൻഡ്രോം എന്ന മെഡിക്കൽ പ്രകാരമുള്ള ഒരു അവസ്ഥയിലാണ്. ആൻസി സെറിബ്രൽ പാൾസി. പക്ഷേ ദൈവം ആ 2 മക്കളെയും ഞങ്ങൾക്ക് ദാനമായി നൽകി. ഈ 2 വൈകല്യങ്ങളുള്ള മക്കളാണെങ്കിലും ദൈവം അതിൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാനായിട്ടുള്ള നല്ലൊരു അനുകൂല സാഹചര്യം കൂടി ഉണ്ടാക്കി. ആൻസി ഉണ്ടായതിനു ശേഷമാണ് എനിക്ക് പല നേട്ടങ്ങളും പല കുടുംബത്തിലും വളർച്ചകളും ഉണ്ടായിട്ടുള്ളത്. അത് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് പറയുകയാണ്. ഉണ്ണീശോയുടെ രൂപം ഇന്നും ഞങ്ങളെ ഈ ഭവനത്തിലുണ്ട്. ഞങ്ങൾക്ക് ഒരു കാലഘട്ടം വരെ ഞങ്ങൾ മുടങ്ങാതെ എല്ലാ വ്യാഴാഴ്ചകളും നൊവേന ചൊല്ലിയിരുന്നതാണ്. പിന്നീട് സാഹചര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നു. എന്നിരുന്നാലും സാധിക്കുന്ന രീതിയിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് മുടക്കാറില്ല. പിന്നെ ഞങ്ങൾ സാധിക്കുന്നിടത്തോളം ഞങ്ങൾ വിശുദ്ധ ബലി കുർബാനയ്ക്ക് വേണ്ടി ഞങ്ങൾ അടുത്തുള്ള പള്ളികളിൽ പോകാറുണ്ട്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് പാലഘട്ടം മേഖലയിൽ എറണാകുളത്താണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പിന്നിലോട്ട് പോവുകയാണ്. ആൻസി തിരിച്ച് വീട്ടിൽ വന്നു. അതിനുശേഷമാണ് ആൻസി ഇങ്ങനെ ഒരു വൈകല്യമുള്ളൊരു കുട്ടിയാണെന്ന് തിരിച്ചറിയുന്നത്. അങ്ങനെ അവളെ കൊണ്ടുള്ള ജീവിതം ഞങ്ങൾ ബാംഗ്ലൂരും ഹൈദരാബാദായിട്ട് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ബർത്ത്ഡേ വരെയാണ് 1994. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പോകുമ്പോൾ എന്തോ ജോളിക്ക് അതിൻ്റെ ആ മോളുടെ അവസ്ഥ ഉൾക്കൊള്ളാനായിട്ട് പൂർണ്ണമായിട്ടും സാധിച്ചില്ല. എല്ലാവർക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾക്കൊക്കെ
ഒരു മാനസിക വിഷമമുണ്ടായി. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളെ ദൈവം തന്നല്ലോ, എന്ത് എൻ്റെ കുറവായിട്ടാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഞങ്ങളത് പൊരുത്തപ്പെട്ട് ഞങ്ങൾ ജീവിച്ചു പോന്നു. ആ ആദ്യത്തെ ബർത്ത്ഡേ ഹൈദരാബാദിൽ വെച്ച് നടത്താനുള്ള ഒരുക്കങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 4 ദിവസം മുമ്പ് ജോലിക്ക് പെട്ടെന്ന് ഫിറ്റ്സ് ഉണ്ടാവുകയാണ്. അങ്ങനെ ആ ഫിറ്റ്സ് കുറച്ച് കഠിനമായ രീതിയിൽ 3 പ്രാവശ്യം ഉണ്ടാകാനുള്ള അവസ്ഥയുണ്ടായി. ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ചുണ്ടായി. ആ ദിവസം ഡോക്ടറുടെ ചികിത്സയിൽ സ്കാൻ ചെയ്തപ്പോഴാണ് ബ്രെയിനിൽ ചെറിയൊരു നെർവിന് വീക്ക്നെസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫിറ്റ്സ് വന്നത്. ടെൻഷനും കൂടിയിട്ടാണ്. മോളെ കുറിച്ചിട്ട് കൂടുതൽ അകലപ്പെട്ടുകൊണ്ടാണ്. അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്, മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നൊക്കെ ഒരു നിർദ്ദേശങ്ങളും ഉപദേശം കിട്ടിയപ്പോൾ 2 വർഷത്തേക്കുള്ള മരുന്ന് ജോലിക്ക് കൊടുത്ത ശേഷം പിന്നെ ഫിറ്റ്സ് ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ആൻസിക്കും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഫിറ്റ്സ് ഉണ്ടാവാറുണ്ട്. അവൾക്കും ഇതുപോലെ തുടർച്ചയായിട്ട് 18 കൊല്ലം ഞങ്ങൾ മരുന്ന് കൊടുത്തു. ഇപ്പോൾ മരുന്നൊക്കെ നിർത്തി. ഇപ്പോൾ 18 മുതൽ 31 വയസ്സ് വരെ അവൾക്കൊരു യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല. എന്നിരുന്നാലും ഞങ്ങൾ ശക്തമായ രീതിയിൽ പ്രാർത്ഥനയോടെയും ഞങ്ങൾ സംരക്ഷണത്തിലും അവൾ വളർന്നു വന്നു. പക്ഷേ ആൻസിയുടെ ഈ സാഹചര്യത്തിൽ എനിക്ക് ഹൈദരാബാദിൽ തുറന്നു പോകാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ എനിക്കൊരു ജോലി നാട്ടിലേക്ക് വേണം എന്ന് ആഗ്രഹിച്ചപ്പോൾ എൻ്റെ ചേട്ടൻ തോമസ് ചേട്ടൻ ബാംഗ്ലൂർ വോൾട്ടാസിലുണ്ട്. ചേട്ടൻ ഒന്ന് ഇടപെട്ടു. എനിക്ക് എറണാകുളത്ത് വോൾട്ടാസ് ലിമിറ്റഡിലെ ജോലി തരപ്പെടുത്തി കിട്ടി. എൻ്റെ പഠിപ്പും എൻ്റെ 10 വർഷത്തെ എക്സ്പീരിയൻസും വെച്ച് എനിക്ക് എറണാകുളം വോൾട്ടാസ് ലിമിറ്റഡിലെ എനിക്കിവിടെ ഫോർക്ക് ലിഫ്റ്റ് ഡിവിഷനിലെ മെക്കാനിക്കായിട്ട് എനിക്ക് ജോലി കിട്ടി. അങ്ങനെ 1995 ജനുവരി 9-ാം തീയതി ഞാൻ എറണാകുളത്ത് എത്തുകയാണ്. അവിടെ നിന്ന് തൊട്ട് ഈ നിമിഷം വരെ എറണാകുളത്ത് ഞാൻ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. വോൾട്ടാസിൽ ഞാൻ 95-ലാണ് ജോയിൻ ചെയ്തത്. അന്ന് മെക്കാനിക്കായിട്ടാണ് ഞാൻ ജോലിക്ക് കയറിയെങ്കിൽ പിന്നീടുള്ള ഓരോ 2-3 വർഷത്തിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടി. നല്ല നിലയിൽ ഏകദേശം ഒരു 20 കൊല്ലം ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്യാൻ എനിക്ക് ദൈവം അവസരം തന്നു. എന്നുവെച്ചാൽ അതിലെനിക്ക് 20 കൊല്ലം ആകുമ്പോഴേക്കും സർവീസ് ഹെഡായിട്ട്, സർവീസ് മാനേജറായിട്ട് എനിക്ക് ഒരു ലെവലിലേക്ക് എത്താൻ സാധിച്ചു. അതിനിടയ്ക്ക് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ട് എന്നെ ബിസിനസ്സിലേക്ക് വരുവാനായിട്ട് ഞാൻ മനസ്സിൽ ആഗ്രഹിക്കാത്ത കാര്യമാണ്. പക്ഷേ ബിസിനസ്സായിട്ട് എനിക്ക് വലിയ പിടിപാടൊന്നും ഇല്ലെങ്കിലും ദൈവം ആ ഒരു മേഖലയിലേക്ക് എന്നെ മാറ്റുകയായിരുന്നു. ആ ഒരു ഉൾവിളി എനിക്ക് തിരിച്ചറിഞ്ഞപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ പാലക്കാടുള്ള സെയിൻറ്റ് ഗോബൈൻ ഗ്ലാസ് കമ്പനിയാണ് ഞങ്ങൾ മെയിനായിട്ടുള്ള കസ്റ്റമർ. അവിടുത്തെ ഞങ്ങളുടെ പ്രവർത്തന മേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ MD ഞങ്ങളോട് ആവശ്യപ്പെടുന്നു, അങ്ങനെ ഒരു കമ്പനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ആ ഒരു പ്രോത്സാഹനമാണ് 2015 മെയ് 20-ാം തീയതി ഞങ്ങൾ ഹൈഡ്രോ ലിഫ്റ്റ് സർവീസസ് എന്നുള്ള കമ്പനി ഞങ്ങൾ രൂപം ചെയ്ത് ഒരു പുതിയ ബിസിനസ് ആരംഭിച്ചു. ഇന്നിപ്പോൾ 9 കൊല്ലമായിട്ട് അത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പാലക്കാട് സെയിൻറ്റ് ഗോബൈൻ കമ്പനിയിലെ ജോലി വോൾട്ടാസിൻ്റെ ഭാഗമായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെയുള്ള ബിസിനസ്സിലേക്ക് ഉള്ള ഒരു അവസരം അവിടുത്തെ MD പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് ഞാൻ അതിനെ കുറച്ച് തയ്യാറായില്ലെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് മനസ്സിലാക്കിയപ്പോൾ അത് നല്ലൊരു കാര്യമാണ്, അത് വേണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആദിത് മേനോൻ, അവനായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവനും പറഞ്ഞു ഞാനുണ്ടെങ്കിൽ അവനും ഒരു പാർട്ട്ണറായിട്ട് വരാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാനും ആദിത് മേനോനും കൂടിയിട്ടാണ് ഹൈഡ്രോ ലിഫ്റ്റ് സർവീസസ് എന്ന ഒരു കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് ഞങ്ങൾ ഒരു 12 എംപ്ലോയീസായിട്ടാണ്, ജോലിക്കാരായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. ഞാനും ആദിത്തും പാർട്ട്നേഴ്സായിട്ട്. ആ കമ്പനിയുടെ യാത്രയിൽ തിരക്കില്ലാത്ത നല്ല ഒരു ബിസിനസ്സായിട്ട് വളർന്നു. അങ്ങനെ ഒരു 4-5 വർഷം എത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് പല മേഖലകളിലേക്കും അത് വ്യാപിപ്പിക്കാൻ സാധിച്ചു. എറണാകുളത്ത് പാലാരിവട്ടത്ത് ഞങ്ങൾക്ക് ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഒപ്പം തന്നെ കോയമ്പത്തൂർ ഞങ്ങളൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 3 സ്ഥലങ്ങളിലായിട്ട് ഇതിനെ വ്യാപിപ്പിക്കാനും വളർത്താനും ദൈവം അവസരം തന്നു. അങ്ങനെ 12-ൽ നിന്ന് ജോലിക്കാർ കൂടി ഒരു ഇപ്പോഴത്തെ കണക്കെടുക്കുകയാണെങ്കിൽ
ഏകദേശം ഒരു 100-ന് മേലെ തൊഴിലാളികളുള്ള ഒരു കമ്പനിയായിട്ട് ദൈവം വളർത്തി. ഇതിനിടയ്ക്ക് ഉണ്ടായ ഒരു മാറ്റം 2002 അത് ഞാൻ പറഞ്ഞു. വോൾട്ടസ് ജോലി ചെയ്യുന്ന സമയത്ത് ഫെമി ഉണ്ടാകുന്നു. അവളുടെ അവസ്ഥ ഞാൻ പറഞ്ഞു. അവൾ ജന്മനാൽ ഡൗൺ സിൻഡ്രോം എന്ന ഒരു മെഡിക്കൽ ഉള്ള ഒരു സെക്ഷനിൽ അതിലാണ് അവളുടെ ജനനം. അവൾക്ക് ഹാർട്ടിന് ഹോളായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾ വിഷമിച്ചു. ജോലിയും വളരെയധികം മാനസികമായിട്ട് തകർന്നു. എന്നിരുന്നാലും ദൈവത്തിൻ്റെ വലിയ ആശ്രയവും ദൈവത്തിൻ്റെ വലിയ പരിപാലനയിലും ഞങ്ങൾ പിടിച്ചു നിന്നു. അങ്ങനെ ഫെമിക്ക് ഞങ്ങൾ അമൃത മെഡിക്കൽ കോളേജിലാണ് പിന്നീട് ഹാർട്ട് സംബന്ധമായ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശം അവൾക്ക് 1 വയസ്സ് തികയുന്നതോടു കൂടിയോ അല്ലെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞോ അല്ലെങ്കിൽ 8 കിലോ അവളുടെ ബോഡി വെയിറ്റ് വരണം, എന്നാൽ മാത്രമേ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യാൻ പറ്റുള്ളൂ. ഹാർട്ടിന് 4 അറകളും ഹോള് വീണിട്ട് അത് ഒരു പ്രോപ്പർ ആയിരുന്നില്ല. അപ്പോൾ തന്നെ ഹോൾ അടയുമെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ സർജറി ചെയ്ത് അത് അടയ്ക്കണം. അപ്പം അങ്ങനെ 1 വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ അവൾക്ക് ബ്രീത്തിൻ്റെ പ്രോബ്ലം വന്ന് ക്രിട്ടിക്കലായപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഇനി വൈകിക്കേണ്ട. അങ്ങനെ അമൃത ഹോസ്പിറ്റലിൽ അവൾക്ക് ഹാർട്ട് ഓപ്പറേഷൻ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യേണ്ടി വന്നു.